ഒന്ന് വേഗം ഇങ്ങ് കേറ്, നല്ല മഴ വരുന്നുണ്ട്. നല്ല മോളവിടെ. അവളെ അപ്പുറത്തെ റൂമിൽ കിടത്തി. ആന്താമ്പിളി എന്റെ മോൾ എന്റെ കൂടെ കിടന്നുറങ്ങായിരുന്നില്ല. പിന്നെ നിങ്ങളുടെ അട്ടഹാസം കാരണം എനിക്ക് പോലും ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. അവളെങ്കിലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. എന്റെ അട്ടഹാസോ? ഒന്നുമില്ല. രഘുവേട്ടൻ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. നിനക്കെന്താ ഒരു മാറ്റം പോലെ? എന്തുപറ്റി? അല്ല, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല. പിന്നെന്തിനാ വെറുതെ പറയുന്നത്? ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ പോയി ആഹാരം എടുത്ത് വെക്കാം. രഘുവേട്ടൻ ഇരിക്കേ, കഴിക്കാം. നീ ഇരിക്ക്. മോള് ഭക്ഷണം കഴിച്ചിട്ടാണോ ഉറങ്ങിയത്? കുറെ നേരം അച്ഛൻ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞ് വാശി പിടിച്ചു. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞ് കഴിപ്പിച്ചു. നീ എന്തിനാ വെറുതെ കുഞ്ഞിനെ വഴക്ക് പറയുന്നത്? എന്റെ ദേഷ്യവും സങ്കടവും ഒക്കെ കാണിക്കാൻ എനിക്ക് അവളല്ലേ ഉള്ളൂ രഘുവേട്ട. അമ്മ വിളിച്ചിരുന്നോ? അച്ഛൻ വിളിച്ചിരുന്നു, രഘുവേട്ടനെ തിരക്കി. അല്ല, എന്താ കഴിക്കാത്തെ? ഇഷ്ടമായില്ലേ? അല്ല, അത് ഇത് വേണോ? അല്ല, ഒന്നുകൂടെ കിട്ടിയ കൊള്ളാം. ശരി, ഞാൻ ഒഴിച്ചു തരാം. പക്ഷെ ഈ ഭക്ഷണം മുഴുവൻ കഴിക്കണം, അല്ലെങ്കിൽ ആരോഗ്യം കേടാവും. ഇപ്പൊ തന്നെ രഘുവേട്ടന് നല്ല ക്ഷീണമുണ്ട്. കഴിക്കാം. അമ്പിളി, നീ എനിക്കൊരു പെഗ്ഗൊഴിച്ച് തരുന്നതിനേക്കാളും സന്തോഷം എനിക്ക് വേറെ ഇല്ല. അതൊക്കെ ഞാൻ ഒഴിച്ചൊക്കെ തരാം, പക്ഷേ പറഞ്ഞ വാക്ക് പാലിക്കണം. പാലിക്കാൻ അമ്പിളി ചെയ്യാന്ന് പറഞ്ഞില്ലേ? നീ ഒഴിക്കേ. അല്ല അമ്പിളി, രണ്ടെണ്ണത്തിൽ ഒഴിക്കണ്ട, ഒരെണ്ണത്തിൽ മതി. ഒന്നേ എനിക്കാ രഘുവേട്ടാ. നിനക്കാ? എന്തേ? എനിക്കും കുറച്ച് നാളായി വിശപ്പോ ഉറക്കോ ഒന്നുമില്ല. ഒരെണ്ണം കഴിച്ചാ അതൊക്കെ കിട്ടുമെങ്കിലേ. എന്താ ഞാൻ കുടിക്കുന്നതിൽ തെറ്റുണ്ടോ? അല്ല, പറ രഘുവേട്ടാ. അതെ, അല്ലെങ്കിലും പെണ്ണുങ്ങൾ ഒരെണ്ണം കഴിക്കുന്നത് ദഹനത്തിന് നല്ലതാണ്. നീ കഴിച്ചോടി, എന്റെ കൂടെയല്ലേ. എനിക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം.
അല്ല രഘുവേട്ടാ, ഈ കുടിക്കുന്നതിന് മുമ്പേ എന്തോ ഒന്ന് പറയുമല്ലോ, എന്തത്? ചിയേഴ്സോ? ആ cheers. ആ ചിയേഴ്സ്. Cheers. കഴിക്കേ. അതെ, രഘുവേട്ടൻ പറഞ്ഞത് ശരിയാട്ടോ. ഈ ഒരെണ്ണം കഴിച്ചപ്പോ തന്നെ മനസ്സിനകത്ത് എന്തോ ഒരു സമാധാനം പോലെ. ആ, ആ, അതാ ഞാൻ പറഞ്ഞേ, മദ്യം വിഷമൊന്നുമല്ല, മരുന്ന് പോലെ കഴിച്ചാലേ അത് നല്ലത് തന്നെ. ആ. ഓ, എന്തൊരു മഴയല്ല രഘുവേട്ടാ, നല്ല മഴ. രഘുവേട്ടാ, നമുക്ക് ഇവിടെ ഇരുന്നാലോ? ദേ, ഇവിടെ ഇരുന്ന് രണ്ടെണ്ണം അടിക്കാൻ നല്ല സുഖമായിരിക്കും. വാ രഘുവേട്ടൻ, വാ, എണീക്ക്, വാ, എഴുന്നേക്ക്, വാ. ഫുഡൊക്കെ ഞാൻ എടുത്തോണ്ട് വരാം. ഇതങ്ങോട്ട് പിടിച്ചേ, ഇവിടെ ഇരുന്ന് കഴിക്കാനേ നല്ല രസമായിരിക്കും. നിക്ക് വെയിറ്റ്, ഞാൻ തരാം. അല്ല, നീ കഴിക്കും. രഘുവേട്ടാ, ഒരുപാട് കാലം നമ്മളിങ്ങനെ നരകിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം? മനസ്സിന് സന്തോഷം കിട്ടുമെങ്കിൽ അധികകാലം ജീവിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും നാളും ഞാൻ നരകിച്ചാ ജീവിച്ചത്. ഇനിയുള്ള കാലമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണം.